നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരും മുറുകുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് അരങ്ങേറിയ നാടകീയമായ പ്രതിഷേധ പ്രകടനങ്ങൾ രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ കുറുപ്പുന്തറ സ്വദേശി ഫ്രാൻസിസ് എന്ന വ്യക്തിയാണ് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കയ്യിൽ ലൈറ്ററുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ജനങ്ങൾ ഇത്രയും കോൺഗ്രസിന് 102 സീറ്റ് ഭരണത്തിൽ അധികാരത്തിൽ കൊടുത്തിട്ടും ഈ UDF ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പൊട്ടന്മാരെ പോലെ മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുക്കും നാളെ തെരഞ്ഞെടുക്കുന്ന പറഞ്ഞില്ല. ഇവിടെ ജനങ്ങളുടെ ആവശ്യം എന്നെ പോലെ 100 കണക്കിന് പ്രവർത്തകര് ജീവിതം അസ്തമിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ പാടുള്ളൂ, അത് VD സതീശൻ എന്ന് മാത്രമായി എനിക്ക് പറയാം. കൂടുതലൊന്നും ചാനൽ ചർച്ചകൾ എന്റെ പേര് ഫ്രാൻസിസ് കുറുപ്പുന്തറ കൊടത്തേലുണ്ണി. കൂടുതൽ ചർച്ചകളും ചേട്ടാ നിങ്ങൾ സഹകരിച്ച എല്ലാവർക്കും എന്റെ വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതിമാൻ പ്രത്യേകിച്ച് ഓടിയേട്ടാ വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നപ്പോൾ UDFന് ലഭിച്ച 102 സീറ്റുകളുടെ വിജയം സതീശന്റെ മികച്ച നേതൃത്വത്തിനുള്ള ജനകീയ അംഗീകാരമാണെന്നും അതിനാൽ സതീശനെ തന്നെ ആ പദവിയിൽ ഇരുത്തണമെന്നുമാണ് ഇയാളുടെ വാദം. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തലത്തിൽ നീക്കങ്ങൾ നടന്നാൽ താൻ ജീവനൊടുക്കുമെന്നും വരും ദിവസങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകർ ഇതിനെതിരെ തെരുവിലിറങ്ങുമെന്നും ഫ്രാൻസിസ് പരസ്യമായി ആക്രോശിച്ചു. ഏറെ നേരം നാട്ടുകാരെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തിയ ഈ പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടെ ഇയാളെ അനുനയിപ്പിക്കുകയും സാഹസികമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.